അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പം നബിദിന പരിപാടിയാണ് കേട്ടോ ഇന്ന് 21-ാം തീയതി. അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചു ആണെങ്കിൽ നബിദിന റാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി വന്നിട്ട് വേണം പോകാൻ. ഞാൻ നമുക്ക് വെഡിങ്ങിന് പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലോട്ട് പോവാണ് മേക്ക് ഓവറിന്. ചേച്ചി വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വെഡിങ് വ്ളോഗാണ്. സോ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വരാണ്. ബാബുവിൻ്റെ ഫാമിലിയിലുള്ള കല്യാണമാണ് കേട്ടോ. നമ്മൾ വെഡിങ് ഗസ്റ്റായിട്ടാണ് പോകുന്നത് ഗൈസ്. സോ നമുക്ക് പോയിട്ട് വരാം. ഞാൻ പോയിട്ട് മേക്ക് ഓവർ ചെയ്യട്ടെ. ഈ ഒരു ഡ്രസ്സ് വന്നപ്പോൾ ഒരു മേക്ക് ഓവറും കൂടി വേണം തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റോട് ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാൻ നേരമില്ല തീരെ. എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. സോ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടോളിക്കാൻ പോണം. ഞാൻ ബിനി ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ബോറുണ്ടോ ഡ്രസ്സ്? ഞാനോ? ഞാൻ നിറണ്ടോ? അങ്ങനെ ഞാൻ പാർലറിൽ എത്തിട്ടോ. 8:30 ആയപ്പോത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചേച്ചി നേരത്തെ വന്നിട്ടുണ്ട്. ഒരു കല്യാണത്തിന് പോകാനാണ് അത്രക്ക് ഒരുങ്ങണ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ് ആണ്. പിന്നെ അതുമല്ല ഇത്രയും ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ സിമ്പിളായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നല്ല നീറ്റായി നിൽക്കുള്ളൂ. ഐബ്രോസ് ഒന്നും എടുക്കൂല, ചേച്ചിക്ക് ലെൻസ് വെച്ചരാൻ പോവാണ് ഗൈസ്. രണ്ടാമത്തെ മോളത് Guys, I'm so excited. ലെൻസ് വെച്ചു കേട്ടോ. ഇനി ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് തുടങ്ങാണ് കേട്ടോ. ചേച്ചീൻ്റെ മേക്കപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചീൻ്റെ അടുത്ത് തന്നെ വന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് സിമ്പിളായിട്ട് മതി. പിന്നെ നന്നായിട്ട് ലിപ്പൊന്ന് ബ്രൈറ്റ് ചെയ്യണം. പിന്നെ ഹെയർ സ്റ്റൈൽ നല്ല അടിപൊളിയാക്കി ചെയ്തു തരണമെന്നായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, എൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഹെയർ നമ്മൾ കേൾ ചെയ്തിട്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗായ്സ്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെയാണ് എനിക്കൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ കോസ്റ്റ്യൂം നമ്മളെ മഞ്ചേരി ഹെർഗ്ലോ ബ്രൈഡൽ റെൻ്റൽസ് എന്ന് ഞാൻ റെൻറ്റിന് എടുത്താണ്. ഓർണമെൻറ്റ്സ് കേട്ടോ. പിന്നെ മേക്ക് ഓവർ നമ്മളെ ബബിത ചേച്ചിയാണ് ചെയ്ത് തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചീനെ കോൺടാക്ട് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും. കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല സിമ്പിൾ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഷോപ്പിലത്തെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുക്കാം. ക്ലിയർ ഉണ്ടോ ഗായ്സ്? എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചേച്ചി എങ്ങനെ ഉണ്ട്? ഭയങ്കര എക്സ്പീരിയൻസ്. എന്താ വെച്ചാൽ എനിക്ക് വലിയ പണിയൊന്നും എടുക്കേണ്ടതില്ല. നല്ലതാണ്. അപ്പം അതിനനുസരിച്ച് ഈസിയാണ്. അപ്പൊ എന്റെ ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്തു. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ചേച്ചി ടാറ്റാ, പോയരട്ടോ. ബൈ. രസമുണ്ടോ? അടിപൊളി. നമ്മൾ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇന്ന ടോട്ടൽ ലുക്കിനുള്ള കമന്റ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസം കാണാൻ. അപ്പം അങ്ങോട്ട് നോക്കിയാണ് നമ്മൾ ഇറങ്ങാണ്. ബസ്സിലാണ് പോണത്. അതാണ് ഏറ്റവും വലിയ കോമഡി.
ഇവിടെ സ്പോട്ടായിട്ടുണ്ട്. ഉമ്മച്ചി ഇവിടെയുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കല്യാണത്തിന് പോയി വരാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ഒരുങ്ങി കെട്ടി പോയത്. നമുക്കൊരു ഫംഗ്ഷനാണ്, പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വരാറുള്ളൂ. സോ പിന്നെ എൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ മേക്ക് ഓവർ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ അധികം ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. പോയി ഫുഡ് കഴിച്ചു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, എല്ലാവരെയും കണ്ട് സംസാരിച്ചു, വേഗം വീട്ടിലോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ദിലുവിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റ് ഇട്ടോ. കൂട്ടത്തിൽ എൻ്റെ ലുക്ക് കമൻറ്റ് ഇട്ടോളി. നമ്മളെ ബാബുവിൻ്റെ ഷർട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ചെക്കനും പെണ്ണും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയണ്ടോ? നമ്മളെ ഇതിൽ വേറെ ഒരു വെറൈറ്റി ലുക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളെ കമന്റ് ഇടും. എന്താ ഒഴിച്ചിക്കണ പേരി ഗൈസ്? നമ്മളെ മെച്ചിന്റെ ഓർണമെന്റ്സ് ഇവിടെ എവിടെയാണ് ഓർണമെന്റ്സ്? ഹെർഗ്ലോ ആണ് കേട്ടോ. സോ ഗൈസ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങാണ്. ഇതാണ് ഞങ്ങളുടെ ഉണ്ടച്ചി. ഇതാണ് ഞങ്ങളുടെ മമ്മി. സോ ഗൈസ് ഉമ്മാക്ക് ആകെ പിരാന്ത് പിടിച്ചിക്കണു. ഉമ്മാക്ക് ബിരിയാണി കിട്ടിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നടന്നൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വിച്ച് ഓഫ് ആയി പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കല്യാണപ്പേരിയിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പം ചേട്ടാ.